നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മമ്മൂക്കായെക്കുറിച്ചാണ്. പക്ഷേ മമ്മൂക്കായെക്കുറിച്ചാണെങ്കിലും അദ്ദേഹത്തെ ചില അപവാദങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികൾ. അദ്ദേഹം മലയാള സിനിമയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പണ്ട് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിലൊക്കെ ചില പരിപാടികൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എന്തോ ഡാൻസ് പ്രോഗ്രാമിലോ എന്തിലൊക്കെ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഫിറോസ് എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹം ഒരു സംവിധായകന്റെ റോള് എടുക്കാൻ ഇരിക്കുകയാണ്. അതിനുള്ള പണിപ്പുരയിലാണ് അദ്ദേഹം. പക്ഷെ അതിനു മുമ്പ് മമ്മൂക്കായ മലയാളത്തിന്റെ ഒരു മഹാനടനെ എല്ലാവരും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ചില മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹം സെറ്റിൽ ആരെങ്കിലും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാൽ അതിനെ ഊരിപ്പിക്കുകയും അവരെ വസ്ത്രമില്ലാതെ നടത്തിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വീട് അദ്ദേഹം പകുതി വഴിയിൽ വാഹനത്തിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്യുന്ന വ്യക്തി എന്നാണ് അദ്ദേഹം. ഇത്രയും താൻ ആരാധിച്ചിരുന്ന വ്യക്തികൾ ഇത്രയും മോശപ്പെട്ടവരാണെന്ന് അറിയുമ്പോൾ വല്ലാത്ത ഒരു പ്രയാസം തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ആ വീഡിയോ ഇടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം കോപ്പിറൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. അത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിന്റെ വില ഇതിന് അദ്ദേഹത്തിന് എന്താണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന് എന്താണ് ഇതിന്റെ പിന്നിൽ, അദ്ദേഹത്തിന് എന്ത് ഉദ്ദേശമാണ്, എന്ത് ദുരുദ്ദേശമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ചാൻസുകൾ നഷ്ടപ്പെടുത്തിയോ, ഫേസ് ടു ഫേസ് എന്ന സിനിമയിൽ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചു എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് മമ്മൂക്കായുടെ ഒപ്പം നേർക്കുനേർ നിന്ന് എടാ പോടാന്ന് വിളിച്ചുള്ള ഡയലോഗ് പറഞ്ഞ് ആ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിനെ കൂളാക്കിയതും ടെൻഷനായി നിന്നപ്പോൾ കൂളാക്കിയതും എല്ലാം ചെയ്തതും മമ്മൂക്കയാണ്. എന്നിട്ടും അദ്ദേഹം ഒരു പാവമാണ് എന്ന് പറയുകയും നല്ല മനുഷ്യനാണെന്ന് പറയുകയും അതോടൊപ്പം അദ്ദേഹത്തെ മോശപ്പെടുത്തിയും പറയുന്ന ചില വാക്കുകൾ, അത് ഇന്ന് പൊതുസമൂഹത്തിൽ വലിയ ചർച്ച ചെയ്ത ഒരു കേസാണ് അദ്ദേഹത്തിന്. ഇതിനെതിരെ ഒരുപാട് ആൾക്കാർ വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കെ ഞാനിപ്പോ ഈ ഇടയ്ക്ക് ഒന്ന് കാണാൻ ഇതുണ്ടായി, ഒരു അവസരം അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്ന് കാണാനുള്ള ഇതുണ്ടായി. അതിനാൽ ഞാനും അത്തരത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നട്ടലുള്ള വ്യക്തി, കാരണം അത് പറയാൻ പലരും ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് വിളിക്കുക പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിക്കുകയും ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഇട്ടില്ലെങ്കിൽ, ഒരു ഇടി കൊടുത്തിട്ട് നടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടില്ലെങ്കിൽ പോയി ആ പഞ്ച് പോയി. ഒരു 3 മണിയായപ്പോ പുള്ളിയെ ഒരു കാട്ടിന്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന മടുത്തു തുടങ്ങും. പൊതുവെ അങ്ങനെയാണ് അതിന്റെ. പക്ഷെ ഞാൻ ആ പീക്ക് ടൈമിൽ തന്നെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സമയം, ഇത്രയും ഞാൻ ആരാധിച്ചിരുന്ന പലരും എത്രമാത്രം വൃത്തികെട്ടന്മാരാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. കുറെ കണ്ടന്റ് എന്റെ കയ്യിൽ സംഭവമുണ്ട്, അത് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. ബിക്കോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വേണ്ടതിൽ ലാലേട്ടനെ പോലെ ഉള്ള ഒരു ആങ്കറെ അല്ല ആക്ച്വലി. അത് ഇനി നല്ലൊരാളെ കൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അയാളെ വെച്ചിട്ട് സീനോ ഷോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിയ അന്നത്തെ ദിവസത്തിന്റെ വേതനം, അന്നത്തെ ശമ്പളം അയാൾക്കില്ല. 3 വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന എൻജോയ് ചെയ്തോണ്ടിരുന്നതാണോ? ഈ എസ്കേപ്പിംഗ് ആണ്, ഈ ഭയമാണ് ദൈവവിശ്വാസത്തെ വളർത്തുന്നത്. പ്രണയത്തെ കുറിച്ചുള്ളൊരു ബ്യൂട്ടിഫുൾ ഒരു പ്രോബ്ലം. അപ്പോ അദ്ദേഹം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഈ തരത്തിൽ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അമർഷമുണ്ടായെന്നാണ്. പിന്നെ പറയുന്ന ഹാത്രാസിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ നിശബ്ദമായിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്ത ദൈവത്തിനെയാണോ വിശ്വസിക്കേണ്ടതെന്നാണ് അദ്ദേഹം രണ്ടാമത് ചോദിക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ, അങ്ങനെയൊക്കെ ദൈവങ്ങൾ ഉടൻ തന്നെ പ്രതികരിക്കുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴേ തന്നെ ദൈവം കൊടുക്കുകയല്ലേ. അവർക്ക് പിന്നീടുള്ള കാര്യം പിന്നീട് നടക്കും. അത് അവർക്ക് വഴിയെ കിട്ടിക്കോളും. അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിച്ചേ തീരൂ. മമ്മൂക്കായുമായി എന്തിനാണ് താരതമ്യപ്പെടുത്തുന്നത്? അദ്ദേഹത്തിനൊരു സിനിമ സംവിധാനം ചെയ്യണം, അതിന് ഒരുപാട് ലവ് സ്റ്റോറി, നല്ലൊരു ലവ് സ്റ്റോറി കയ്യിലുണ്ട്. അതിന്റെ പണിപ്പുരയിലാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്ത് എല്ലാവരെയും നല്ല നിലയിൽ നിർത്തി എല്ലാവരുടെ സന്തോഷമായിട്ടും സഹകരിച്ചും താൻ ഒരു സിനിമ എടുത്താൽ അത് നല്ല രീതിയിൽ ഓടണം എന്ന് വരുത്തി തീർക്കുന്നതിന്
വേണ്ടി സന്തോഷകരമായ രീതിയിൽ പോയാൽ പോരായിരുന്നോ? അതിന് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അതും ഈ മലയാളത്തിന്റെ ഒരു മെഗാസ്റ്റാറിനെ കുറിച്ച് തന്നെ അത് മോഹൻലാലിനെ പിന്നെ ഉയർത്തിപ്പറഞ്ഞും മമ്മൂക്കയെ താഴ്ത്തി പറഞ്ഞുമാണ് ഇദ്ദേഹം ഡയലോഗ് അടിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അവര് തങ്ങളിൽ യാതൊരു പ്രശ്നവുമില്ല. അവര് പരസ്പരം ബഹുമാനിക്കുന്നവരാണെന്ന് പല വട്ടങ്ങളിലും പല സ്ഥലത്തും പല രീതിയിലും മമ്മൂക്കായും മോഹൻലാലും ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പറയും, സംസാരിക്കും. അവർക്ക് ഈ പറയുന്ന ഒരു വിഷയവും അവർക്കില്ല. അപ്പോ നല്ല ഒരു ലവ് സ്റ്റോറിയും കൊണ്ടാണ് നമ്മുടെ സംവിധായകൻ ഇനി അടുത്ത ഭാവിയില് നമ്മുടെ പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് ഡയറക്ടറാണ് വരാൻ പോകുന്നത്. അദ്ദേഹം പറയുന്ന അടുത്ത കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് കേൾക്കാം. കുറെ കണ്ടന്റ് എന്റെ കയ്യിൽ സംഭവമുണ്ട്. അത് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം. ബിക്കോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വേണ്ടത് ലാലേട്ടനെ പോലെ ഉള്ള ഒരു ആങ്കറെ അല്ല ആക്ച്വലി. അത് ഇനി നല്ലൊരാളെ കൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അയാളെ വെച്ചിട്ട് സീനോ ഷോട്ടോ എടുക്കാൻ പറ്റും. സമയത്ത് വരച്ച് കാണിക്കാനുള്ള ഒരു സാധനമാണ് ആ സ്ക്രിപ്റ്റാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും കാണാത്ത തരത്തിലുള്ള മാറി. ഇപ്പൊ എന്തോ ഒരു ഡാൻസർ ആണ്, അങ്ങനെയാണെങ്കിൽ പ്രഭുദേവൊക്കെ കുത്തോളം എടുക്കും. കാരണം ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പ്രഭുദേവയ്ക്ക് ഒന്നും ഇനി ചാൻസ് ഒന്നും ഉണ്ടാവൂല. കാരണം അവരൊക്കെ വയസ്സായില്ലേ. അപ്പൊ ഇദ്ദേഹം ഇനി മുമ്പോട്ട് വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു ലവ് സ്റ്റോറി, അതായത് ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ഒരു, ഇന്നേ വരെ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു ലവ് സ്റ്റോറി പറയാനാണ് ഇദ്ദേഹം പിന്നെ ഒരുങ്ങിയിരിക്കുന്നത്. അതിനുള്ള പണിപ്പുരയിലാണ്. അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനയിക്കുന്നത് ആരാണെന്ന് അറിയില്ല. ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഏത് തിയേറ്ററിലാണ് ഓടുന്നതെന്നും അറിയില്ല. പക്ഷെ ഈ രീതിയിലൊക്കെ പറഞ്ഞതിന് താഴ്ത്തി ഇടിച്ചൊക്കെ താഴ്ത്തി പറഞ്ഞിട്ട് ഈ ചിത്രങ്ങൾ ഇറങ്ങിയാൽ ഇത് ഓടുവോ? മുടക്കിയ മുതലെങ്കിലും കിട്ടുവോ? മുടക്കു മുതലെങ്കിലും തിരിച്ചു വരുവോ? അതിനെക്കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? ഇത്തരത്തിൽ ഒന്ന് ആദ്യത്തെ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരെ, അതായത് അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇടിച്ചു താഴ്ത്തി പറഞ്ഞ് എനിക്ക് മുന്നിൽ കയറി വരാമെന്ന് ചിന്തിക്കുന്നത് ഏത് മൂഢലോകത്താണ് ഇദ്ദേഹം ജീവിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. അപ്പൊ അദ്ദേഹം ഇനി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കേൾക്കണ്ടേ? കേൾക്കാം. ആൾക്കാരിലേക്ക് എത്തിയതും എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയതും ഡേഞ്ചറസ് ബോയ്സ് എന്നൊരു ഷോ കൂടിയാണ്. അത് ഏഷ്യാനെറ്റ് പ്ലസ് കേട്ടല്ലോ. ഏഷ്യാനെറ്റിലെ ഡേഞ്ചറസ് ബോയ്സ് എന്ന പ്രോഗ്രാമാണ് ഇദ്ദേഹം ചെയ്തത്. ക്യാമറയ്ക്ക് മുന്നിലായാലും അതിന്റെ ഫുൾ എഡിറ്റിംഗ്, ആ ഒരു അതിന്റെ ഡയറക്ഷൻ ഓറിയന്റഡ് സംഭവങ്ങളെല്ലാം ഞാൻ തന്നെ ആയിരുന്നു. ഐഡിയകളും എല്ലാം. ഒരു കഥാപാത്രം, വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് അത് തരികയും. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ മമ്മൂക്ക അതുവരെ നമ്മള് ടിവിയിൽ സിനിമയിൽ മാത്രം കണ്ട, കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കാണും. ആദ്യത്തെ എന്റെ ഷോട്ട് തന്നെ കൈ ചൂണ്ട് ക്ലോസ് റേഞ്ച് ആണ്. കൈ ചൂണ്ടിട്ട് നീയും എടാ പോടാന്നൊക്കെ വിളിക്കുന്ന കുറെ ഡയലോഗാണ് മമ്മൂക്ക. അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആവുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആക്ച്വലി ഒരു പാവമാണ്. ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. മമ്മൂക്കയെ അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് മമ്മൂക്ക പിന്നെ 90%, 90% പാവമാണ്. പക്ഷേ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു, ഡ്രസ്സ് അഴിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡ്രസ്സ് വാങ്ങാൻ കഴിവില്ലാത്ത മനുഷ്യനാണ്. ഒരു ഷർട്ടോ പാൻറ്റോ വാങ്ങാൻ കഴിവില്ലാത്ത മനുഷ്യനാണ്. അപ്പോ അദ്ദേഹം ഡ്രസ്സ് അഴിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ? കേൾക്കാം. പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സെറ്റില് ഒരാള് പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കും രാജാവ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടല് ഉളച്ച് നിൽക്കുന്ന കുറെ ടീമുകളുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ 2ാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ നമുക്കത് പറ്റില്ല.
അങ്ങനെ പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാര്. അതായത് ഞാനൊരു ഇൻസിഡന്റ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. അപ്പോ ഇനി പറയുന്നത് ഒരു ഇൻസിഡന്റ് ആണ്. അതായത് അടുത്ത ഒരു വ്യക്തി നടുറോട്ടിൽ ഇറക്കി വിട്ടു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടൊപ്പം മമ്മൂക്കായുടെ കൂടെ വരാൻ വിളിച്ചു. ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഭാവി ജീവിതങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഇനി അങ്ങോട്ട് സിനിമയിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. അതിന്റെ ഇടയിൽ എന്താണ് നിന്റെ അടുത്ത പ്രോജക്റ്റുകൾ എന്ന് ചോദിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഡേറ്റ് തരാം, നീ ഇങ്ങനെ ഒന്ന് ചെയ്, നീ പിന്നെ ഒരു സിനിമ സംവിധാനം ചെയ്, അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് നിന്റെ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അത് വേറെ ആരും പറഞ്ഞതല്ല, അതായത് ഈ ഫിറോസ് പറയുന്ന വ്യക്തി തന്നെയാണ് നടുറോട്ടിൽ മമ്മൂക്ക ഇറക്കി വിട്ടു എന്ന് പറയുന്ന ആ മനുഷ്യൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയായിരുന്നു ഞാൻ മമ്മൂക്കായോട് പ്രതികരിച്ചത്. അതായത് എനിക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എതിർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിന് അദ്ദേഹത്തെ നടുറോട്ടിൽ ഇറക്കി വിടുകയും പോയ അതേ സ്പീഡിൽ തിരിച്ചു വന്ന് അദ്ദേഹത്തെ കയറ്റിക്കൊണ്ട് പോവുകയുമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അതൊന്നും ഇദ്ദേഹം കേട്ടില്ല എന്ന് തോന്നുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹം എന്താണ് പറയണതെന്ന് നമുക്കൊന്ന് കേൾക്കണമല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം ഒരു സിനിമാ സെറ്റില് അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിൽ ഒരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ മമ്മൂക്കാടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്, ഈ അവതാരക ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഈ ഷർട്ടൊക്കെ ഊരുന്ന കാര്യം പറയണ ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇദ്ദേഹത്തിനെ കളിയാക്കിയതാണോ, അതായത് ഈ വ്യക്തിയെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചതാണോ, അതോ അങ്ങനെ ഒരു സംഭവം എന്തോ ഭയങ്കര മഹാ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചതാണോന്നും എനിക്കറിയില്ല. ചിരിച്ചു, പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് ആ ചിരിച്ച വ്യക്തി എടുത്ത് തന്നെ ചോദിക്കണം. അപ്പൊ ഇനി നമുക്കത് ബാക്കിയുള്ള കേൾക്കാം. ചെന്നൈയിലെ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്, ഇയാളെ കൂടെ കൂട്ടിനെ കയറ്റി. അപ്പൊ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഊട്ടിയിൽ നിന്നാണ് അവര് ഷൂട്ടിങ് കഴിഞ്ഞ് വരുന്നത്. ഇദ്ദേഹം ചെന്നൈയിൽ നിന്നാണെന്ന് പറയണത്. ഊട്ടിയിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിന്നെ വണ്ടിയിൽ കയറ്റി വിടുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ബാക്കി ഇവിടെ കയറ്റി കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോ പുള്ളിയെ ഒരു കാട്ടിന്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡന്റ് പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്താണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാള്, അയാളുടെ ഈ അടുത്തിടയ്ക്ക് ആ ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. ഞാൻ പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല. അപ്പോ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം കണ്ടു, ആള് ആരാണെന്നും ഓർക്കുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഇദ്ദേഹത്തിന് എന്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഞാൻ പറയാണ്, എങ്ങനെ ഈ ഇത്തരത്തിലുള്ള കുറെ കോമാളി വേഷങ്ങളും കെട്ടിക്കൊണ്ട് നടക്കുന്ന ടീമുകൾ, അതായത് വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ടീമായതൊന്ന് ഒരു പക്ഷേ മനസ്സിലാക്കിക്കൊണ്ട് മമ്മൂക്കായുടെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു തരത്തിലോ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറഞ്ഞു കാണും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകളെന്നും വെച്ച് നടത്തി ഒരു സിനിമകളൊക്കെ ചെയ്താൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ വന്നിരുന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ ഇനി അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹത്തിന് പല ചാൻസുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെല്ലാം ഈ പറയുന്ന മമ്മൂക്കായാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഇദ്ദേഹം രാജാവും ബാക്കിയുള്ളവരെല്ലാം അടിയാളും. അതായത് നട്ടല് വളഞ്ഞു നിന്നാൽ അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന് ചാൻസ് കിട്ടുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെയാണോ മമ്മൂക്ക മലയാള സിനിമയിൽ ഒരു രാജാവിനെ പോലെ? അദ്ദേഹം രാജാവ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകന്റെ മുന്നിലാണ്, അതായത് സിനിമയിൽ മാത്രമാണ്. ആ ഒരു വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അദ്ദേഹം ഒരു രാജാവല്ല. പക്ഷെ എല്ലാവരും ബഹുമാനിക്കാറുണ്ട്, അത് അദ്ദേഹം തിരിച്ചു കൊടുക്കാറുമുണ്ട്. ബഹുമാനിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാറുമുണ്ട്. ഒരു ബഹുമാനം, അതായത് ഒരു വലിയേട്ടൻ, ആ ഒരു റോള് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു രാജാവാണെന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.